Hi guys, welcome to SINGLEINSTRUCTOR.com YouTube channel and my name is Balu Thomas Matthew. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഒരു ഹോട്ട് സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് ഈ വിർച്വലൈസേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ ആദ്യം വിർച്വലൈസേഷനെ കുറിച്ച് പറയാം. എന്താണ് വിർച്വലൈസേഷൻ? ഓക്കെ, ഈ വിർച്വലൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോയിസിന് മുകളിൽ അതിന്റെ കോർപ്പറേറ്റ് ലെവലിലുള്ള മൾട്ടിപ്പിൾ വോയിസ് റൺ ചെയ്യിക്കുന്ന മെത്തേഡിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫീച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിർച്വലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മളൊരു സിസ്റ്റംസ് നമ്മൾ വീട്ടിലെടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം 2 ഓപ്പറേറ്റ് സിസ്റ്റം ആയിരിക്കും നമുക്ക് അതിനകത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഇതെല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന കേസാണ്. ചില കൂട്ടുകാർ വന്നിട്ട് ഒരു പാർട്ടീഷനകത്ത് വിൻഡോസിന്റെ വോയിസ് ഇടും, ചില കൂട്ടുകാർ ഒരു പാർട്ടീഷനകത്ത് ലിനക്സിന്റെ വോയിസ് ഇടും. ഓക്കെ, അങ്ങനെ ഡ്യുവൽ ബൂട്ട് ആയിട്ടായിരിക്കും ഇടുന്നത്. പക്ഷേ നമുക്ക് ഒരേ ലാപ്ടോപ്പിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റീവ് സിസ്റ്റംസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ലിനക്സ് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പല വോയിസ് ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിർച്വലൈസേഷൻ ഉള്ള ടെക്നോളജിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിംഗിൾ ഹാർഡ്വെയറിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേറ്റീവ് സിസ്റ്റം നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പാർട്ട് 2 വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് VMware Workstation 16 Pro എന്ന് പറയുന്ന VMware Workstation ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് VMware സൈറ്റിൽ പോയിട്ട് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതൊരു വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് എങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻസ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ തന്നെ അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വരുന്നത്. അത് പാർട്ട് 2 എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം പാർട്ട് 2 നിങ്ങൾ കാണേണ്ടതും. അതേപോലെ പാർട്ട് 2 കാണുന്ന സമയത്ത് നിങ്ങൾ പാർട്ട് 1 ഒരിക്കലും കാണാതെ ഇരിക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലാപ്ടോപ്പോ നിങ്ങളുടെ ഒരു സിസ്റ്റംസോ നിങ്ങൾ എടുക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് ഈ വിർച്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഈ ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ VMware Workstation എന്ന് പറയുന്ന ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഹാർഡ്വെയർ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ വോയിസ് ആണല്ലോ നമ്മൾ റൺ ചെയ്യുന്നത്. അങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഹാർഡ്വെയർ റിസോഴ്സ് പൂൾ കുറച്ച് വലുതായിരിക്കണം. കാര്യം നമ്മളതിനകത്ത് 1, 2, 3, 4 വിർച്വൽ മെഷീൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വിർച്വൽ മെഷീൻസിന് കൊടുക്കാൻ വേണ്ടിയുള്ള റിസോഴ്സുകളായ റാം, അതേപോലെ ഹാർഡ് ഡിസ്ക്, പിന്നെ വിർച്വൽ പ്രോസസർ തുടങ്ങിയ സംഭവങ്ങളൊക്കെ അലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ മിനിമം ഹാർഡ്വെയർ സ്പെക്കിന് ഒരു മിനിമം കപ്പാസിറ്റി നമുക്ക് വേണം. അതിനാണ് ഞാൻ ഹാർഡ്വെയർ റിസോഴ്സ് പൂൾ എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു i7 എന്താ പറയുക സിസ്റ്റംസും 32 GB റാമുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, എൻ്റെ മെഷീൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത്. എനിവേ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിലേക്ക് നമുക്ക് പോകാം. ഗൂഗിളിൻ്റെ ബ്രൗസർ എടുക്കുക. ഗൂഗിളിൻ്റെ ബ്രൗസറിൽ പോയിട്ട് നമ്മളിവിടെ ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യുക VMware Workstation എന്ന് നമ്മൾ ഉള്ള ഈ കീവേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. VMware Workstation എന്ന് പറയുന്ന ഈ കീവേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും VMware Workstation ഡൗൺലോഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കീവേഡ് വരും. ഓക്കെ, ഗൂഗിളിൽ നമ്മൾ ഈ കീവേഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എവിടെ പോകും? ഈ VMware തന്നെ ഒഫീഷ്യൽ ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റിലോട്ട് നമ്മൾ പോകാൻ വേണ്ടിയുള്ള URL മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് വേറെ ഒരുപാട് തേർഡ് പാർട്ടി സൈറ്റുകളൊക്കെ വരും. അപ്പോൾ തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറസ്, റാൻസംവെയർ തുടങ്ങിയ പോലുള്ള വൈറസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതേപോലുള്ള ടൂളിനകത്ത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൽ ഹാക്കേഴ്സ് ഈ പറയുന്ന രീതിയിൽ പല രീതിയിൽ നമ്മുടെ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യാനും പെനിട്രേറ്റ് ചെയ്യാനൊക്കെ മാർക്കറ്റിൽ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തുമല്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഡൗൺലോഡ് തരുന്ന ടൈപ്പ് ഓഫ് രീതിയിലുള്ള എന്താ പറയുക തേർഡ് പാർട്ടി സൈറ്റുകളൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ കൂടുതലും ഒരു ഇവാലുവേഷൻ മെത്തഡിലേക്കാണ് നമ്മൾ ഇതിനെ സെറ്റപ്പ് ചെയ്ത് നോക്കാൻ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ VMware Workstation VMware ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിനകത്ത് ഞാൻ ഡൗൺലോഡ് VMware Workstation എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ എന്താ VMwareന്റെ ഒരു ഒഫീഷ്യൽ പേജിലേക്കായിരിക്കും ഇത് റീഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ പ്രോ ഇവാലുവേഷൻ. ഓക്കെ, ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രയലായിട്ട് നമുക്ക് തന്നിരിക്കുക. നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനും നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ വോയിസിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, അതിൻ്റെ റിലയബിലിറ്റിയും അതുപോലെ മറ്റു കാര്യങ്ങൾ, ഫീച്ചറുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന സംഭവമാണ് ഇവാലുവേഷൻ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. അത് ലൈസൻസ് ഇല്ല എങ്കിൽ വളരെ കുറച്ച് നാളുകളിലേക്ക് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല വേറെ ഏത് പ്രൊഡക്റ്റാണ് ശരി ഇവാലുവേഷൻ പീരീഡ് എന്ന് പറയുന്നത് എസ്പെഷ്യലി IT-യിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഇവാലുവേഷൻ പീരീഡായിട്ട് വളരെ കുറച്ച് നാളുകൾ നമുക്ക് തരും. അതിനുശേഷം നമ്മൾ അതിനെ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അത് മാറും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും VMwareന്റെ ഈ പറഞ്ഞ ഒഫീഷ്യൽ സൈറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട.
ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും VMware ഒഫീഷ്യൽ സൈറ്റിൽ ഡൗൺലോഡ് VMware Workstation Pro എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 30 ദിവസത്തെ ഫ്രീ ട്രയൽ ആയിട്ടാണ് നമുക്ക് എന്തോ തന്നിരിക്കുന്നത്, VMware Workstation Pro നമുക്ക് VMware തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ലിനക്സിന്റെ വിർച്വൽ മെഷീൻസും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് വിൻഡോസിന്റെ PC-കകത്ത് ഇടുന്ന വിർച്വൽ മെഷീൻസും ഉണ്ട്. അതായത് പറയുന്ന ലിനക്സിന്റെ OS-നകത്ത് നമുക്ക് VMware Workstation നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന വിൻഡോസിന്റെ PC-കകത്ത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ഓക്കെ, ഏതായാലും 30 ദിവസത്തേക്ക് നമുക്ക് ട്രയൽ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ കാണാൻ പറ്റും VMware Workstation 60 Pro. അവിടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി താഴോട്ട് കുറച്ചും കൂടെ വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും Workstation 16 Pro ഫോർ വിൻഡോസ് ഡൗൺലോഡ് നൗ, അതേപോലെ തന്നെ Workstation 16 Pro ഫോർ ലിനക്സ് ഡൗൺലോഡ് നൗ. ഓക്കെ, ഇവിടെ നമ്മൾ വിൻഡോസിന്റെ OS-നകത്താണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്, ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ Workstation 16 Pro ഫോർ വിൻഡോസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഡൗൺലോഡ് നൗ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും VMware Workstation നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, അറൗണ്ട് 621 MB ഉണ്ട്, 1 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റിൻ്റെ സ്പീഡ് കൂടുതൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതല്ല നെറ്റിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ അതനുസരിച്ച് സ്ലോ ആവും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടം 4G ആയിരിക്കും. 4G ആണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സ്പീഡ് അനുസരിച്ച് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതല്ല ഈ ഫൈബർ ഒപ്റ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് വീഴും. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും VMware Workstation എന്ന് പറഞ്ഞ സാധനം ഡൗൺലോഡ് തീർന്നു. ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഷോ ഇൻ ഫോൾഡർ കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പൺ കൊടുക്കുക. ഡൗൺലോഡ്സിൽ വന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ സെറ്റപ്പ് ഇങ്ങനെ വന്ന് കിടക്കും. ഓക്കെ, ഈ സെറ്റപ്പ് ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഈ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്, ഇത് Windows 10ന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ഈ Windows 10ന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണ് ഞാൻ ഈ VMware Workstation 16 Pro എന്ന് പറയുന്ന ടൈപ്പ് 2 വിർച്വലൈസേഷൻ ഹൈപ്പർ വൈസർ അല്ലെങ്കിൽ ഹൈപ്പർ വിസർ, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ പ്രൊണൗൺസിയേഷൻ ചെയ്യാം, അത് ഞാൻ ഇൻസ്റ്റാളേഷൻ ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ ഡൗൺലോഡ്സിലേക്ക് നമ്മൾ നേരിട്ട് പോകുന്നു. ഇവിടെ ഞാൻ VMware Workstation എന്ന് പറയുന്ന ഈ പറഞ്ഞ സെറ്റപ്പ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് യൂസർ അക്കൗണ്ട് കൺട്രോൾ അല്ലെങ്കിൽ UAC എന്ന് പറയുന്ന വിൻഡോസിൻ്റെ ഒരു ഫീച്ചറാണ്. അതായത് എന്താ പറയുന്നത്, ഈ ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ, ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ, അതുപോലെ തന്നെ ഡിവൈസ് സൈൻ ചെയ്യാത്ത ടൈപ്പ് രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ, അൺട്രസ്റ്റഡ്, അത് അൺനോൺ സോഴ്സിൽ നിന്ന് വരുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ വിൻഡോസ് ചെറുതായിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരും, ഇത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പോൾ ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ചസ് ടു യുവർ ഡിവൈസ്. ഓക്കെ, ഞാൻ യെസ് കൊടുക്കുന്നു. വളരെയധികം നല്ല ലുക്കാണ് VMware Workstation Proയ്ക്കകത്ത് അവർ ഡിസൈൻ ലെവലിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അത് യൂസർ ഇൻ്റർഫേസ് ലെവലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. VMwareന്റെ Workstation 15 അത്ര മോശമൊന്നുമല്ല, 14, 13, 12 ഇങ്ങനെ പുറമോട്ട് പല സീരീസുകൾ പുറമോട്ട് പോകും. ഓക്കെ, ഇതാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. 2021 ഒരു നല്ല സീരീസാണ് VMware Workstation Pro 16 എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിതങ്ങോട്ട് മിനിമൈസ് ചെയ്തിടാം. ചില സിസ്റ്റങ്ങളിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കാറുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഓരോരുത്തരും സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് ഇൻസ്റ്റാളേഷൻ്റെ ഈ പറയുന്ന ആ ഒരു ടൈം എടുക്കുകയും പോവുകയും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മിനിമം ഒരു i3യും ഒരു 8GB മേളിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു 2GB 3GB കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വിർച്വൽ മെഷീൻസ് ഒക്കെ നമുക്ക് ഡിപ്ലോയ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ സെറ്റപ്പ് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ പ്രൊഡക്ഷൻ സൈഡിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 128GB 256GB 62GB ഒക്കെ സെർവർ സീരീസ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് 4GB 8GB ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ വിർച്വൽ മെഷീൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സെറ്റപ്പ് വിസാർഡിൻ്റെ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്, നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ വെൽക്കം ടു ദി VMware Workstation Pro സെറ്റപ്പ് വിസാർഡ്. ഓക്കെ, ഈ പറഞ്ഞ പോപ്പപ്പിനകത്ത് നമുക്ക് ക്ലിക്ക് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെൻറ്റ്. ഓക്കെ, EULA എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയും. അപ്പോൾ ഇൻഫർമേഷനൊക്കെ ചുമ്മാ വായിച്ച് നോക്കുന്ന രീതിയിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നമ്മൾ ഈ പറയുന്ന എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെൻറ്റ് ഏത് പ്രൊഡക്റ്റ് നമ്മൾ വായിച്ച് നോക്കിയാലും ശരി, നമ്മൾ പിന്നീട് അത് ഇൻസ്റ്റാളേഷൻ ചെയ്യാതെ നമ്മൾ ഇറങ്ങിപ്പോകും. അർത്ഥം മനസ്സിലാവുന്നവർക്ക്, അല്ലാത്ത ആൾക്കാർ ചുമ്മാ നെക്സ്റ്റ് അടിച്ച് എന്തോ ചെയ്യും, അതങ്ങ് ഐ അക്സെപ്റ്റ് ദ ടേംസ് ഇൻ ദി ലൈസൻസ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത് മുന്നോട്ട് പോകും. ഓക്കെ, ദെൻ ക്ലിക്ക് നെക്സ്റ്റ്. ഇവിടെ നമുക്ക് കസ്റ്റം സെറ്റപ്പ് ചോദിക്കുന്നുണ്ട് അല്ലേ, പാത്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് ചോദിക്കുന്നത്? ഓക്കെ, ഇത് നമുക്ക് കാര്യമാക്കണ്ട, നമുക്ക് പാത്ത് ചോദിക്കുന്നത് ഇൻസ്റ്റാൾ ടു C പ്രോഗ്രാം x86 VMware Workstation എന്ന് പറയുന്ന പാത്തിനകത്തേക്ക് ഇത് പോവുക. നമുക്ക് വേണമെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പാത്ത് നമുക്ക് മാറ്റി കൊടുക്കാം. തൽക്കാലം ഞാൻ C ഡ്രൈവിൽ തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഡ്രൈവിനകത്തോട്ട് നിങ്ങൾ കാണിച്ചു കൊടുത്ത് ഒരു ഫോൾഡറൈസ് ചെയ്ത് അതിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ്.
ഓക്കെ, അപ്ഡേറ്റ്സ് വേണോ വേണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ജോയിൻ ദി VMware കസ്റ്റമർ എക്സ്പീരിയൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. ടിക്കിട്ടാലും ടിക്കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആ ടിക്ക് ഇട്ടിട്ടുണ്ട്. കാര്യം ഇവാലുവേഷൻ പീരീഡ് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ അടുത്ത പോപ്പപ്പിൽ ചോദിച്ചിരിക്കുന്നത് ഷോർട്ട് കട്ട്സ്. ഓക്കെ, എന്താണ് ക്രിയേറ്റ് ഷോർട്ട് കട്ട്സ് ഫോർ VMware Workstation Pro ഇൻ ദ ഫോളോയിങ് പ്ലേസസ്. ഓക്കെ, ഡെസ്ക്ടോപ്പ് ഉണ്ട്, സ്റ്റാർട്ട് മെനു, പ്രോഗ്രാംസ് ഫോൾഡർ ഉണ്ട്. ഓക്കെ, രണ്ടിലും കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. കാര്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ആയി വീഴുന്ന കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത പോപ്പപ്പിൽ നമുക്ക് കാണാൻ പറ്റും റെഡി ടു ഇൻസ്റ്റാൾ VMware Workstation Pro. ഓക്കെ, ദെൻ ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ്. നമുക്ക് ഒരു 5-10 മിനിറ്റോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തീരുന്നത് നമ്മുടെ ഹാർഡ്വെയറിൻ്റെ പെർഫോമൻസിനെ ബേസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെയുള്ള വിർച്വലൈസേഷൻ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് എടുക്കുന്ന സമയത്ത് മിനിമം ഒരു i3 8GB മേളിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതിന് മുകളിലോട്ട് എത്ര ആണെങ്കിലും നമുക്ക് നല്ലതാണ്. ഓക്കെ, ഇവിടെ ലൈസൻസ് ഉള്ള ഓപ്ഷൻ ചോദിക്കും. ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈസൻസ് കൊടുക്കുക. തൽക്കാലം നമുക്ക് ലൈസൻസ് കീയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫിനിഷ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും VMware വർക്ക്സ്റ്റേഷൻ്റെ എന്താ പറയുക ഒരു ഡെസ്ക്ടോപ്പ് ഐക്കൺ ഇവിടെ ഷോർട്ട് കട്ട് ഐക്കൺ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലൈസൻസ് ചോദിച്ചിട്ടുണ്ട് VMware Workstation 16 ഐ ഹാവ് എ ലൈസൻസ് കീ ഫോർ VMware Workstation 16. ഓക്കെ, ഡു യു നീഡ് എ ലൈസൻസ് കീ? ഇപ്പോൾ നമുക്ക് ലൈസൻസ് ഇല്ല. നമ്മൾ ഇവാലുവേഷൻ പീരീഡിലാണ് നമ്മൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ലൈസൻസ് നമ്മൾ കൊടുക്കുന്നില്ല. നമ്മുടെ ഐ വാണ്ട് ടു ട്രൈ VMware Workstation 16 for 30 days. ഓക്കെ, ഇത് കൊടുക്കുന്നു. കണ്ടിന്യൂ. ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ചസ് ടു യുവർ ഡിവൈസ്? ഞാൻ പറയില്ലേ മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ യൂസർ അക്കൗണ്ട് കൺട്രോൾ അല്ലെങ്കിൽ UAC ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ യെസ്, ഫിനിഷ്. ഓക്കെ, ഇതാണ് നമുക്ക് VMware Workstation 16 Pro എന്ന് പറയുന്ന VMware Workstationൻ്റെ കൺസോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടാണ് നമ്മൾ പല ടൈപ്പ് ഓഫ് രീതിയിലുള്ള വിർച്വൽ മെഷീൻസുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 എന്ന് പറയുന്ന സെഷനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു വിർച്വൽ മെഷീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ വിർച്വൽ മെഷീനകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു OS നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്, ആ OS ഡിപ്ലോയിന് ശേഷം നമുക്ക് ആ വിർച്വൽ മെഷീൻ്റെ സെറ്റിങ്സിൽ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ആ വിർച്വൽ മെഷീൻ്റെ സെറ്റിങ്സിൻ്റെ കൂടാതെ തന്നെ ഒരു വർക്ക്സ്റ്റേഷൻ്റെ സെറ്റിങ്സിൽ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇത് പാർട്ട് 1 വീഡിയോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. പാർട്ട് 2 വരുന്ന ദിവസങ്ങളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം പാർട്ട് 1ഉം പാർട്ട് 2 നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത്, നിങ്ങൾ ഷെയർ ചെയ്ത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.